NDA തുടർച്ചയായി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ UDF അവതരിപ്പിച്ച കുറ്റപത്രം നുണകളുടെ കൂമ്പാരമെന്ന് BJP. വ്യാജ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കുറ്റപത്രം എന്ന പേരിൽ നോട്ടീസുകൾ UDF വിതരണം ചെയ്യുന്നത്. ഒരു അഴിമതിയെങ്കിലും തെളിയിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതായും BJP സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ E. കൃഷ്ണദാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭയിൽ UDF കുറ്റപത്രം എന്ന പേരിൽ നോട്ടീസുകൾ പുറത്തിറക്കിയത്. എന്നാൽ ഇത് നുണകളുടെ കൂമ്പാരമാണെന്ന് BJP ആരോപിച്ചു. നഗരത്തിൽ ടൗൺ ഹാൾ പദ്ധതി ഷാഫി പറമ്പിലിൻ്റേതാണ്. ഷാഫി രാജിവെച്ചപ്പോൾ രാഹുൽ പദ്ധതി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ടൗൺ ഹാളിൻ്റെ പ്രവർത്തികൾ എന്ന് പൂർത്തിയാക്കുമെന്ന് പറയേണ്ടത് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. എന്നാൽ കുറ്റപത്രത്തിൽ കോൺഗ്രസ് ഇതിന് BJPയെയാണ് പഴിക്കുന്നത്. കൂടാതെ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ 2014 ഷാഫി പറമ്പിൽ ആരംഭിച്ചതാണ്. 11 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാവാത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്ന് BJP ആരോപിച്ചു. UDF ഒരു പ്രകടന പത്രികയോടൊപ്പം തന്നെ ഒരു കുറ്റപത്രവും കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റപത്രം എന്ന് പറയുന്നത് നുണകളുടെ ഒരു കുമ്പാരമാണ്. ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം 2015 അന്നത്തെ MLA ശ്രീമാൻ ഷാഫി പറമ്പിലാണ് ആ പദ്ധതി ഏറ്റെടുത്തത്. ഷാഫി പറമ്പിൽ രാജിവെച്ച ശേഷം ആ പദ്ധതി വീണ്ടും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ് ഈ പദ്ധതി ഞാൻ പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ്, ഞാൻ കൂടുതൽ പണം സർക്കാരിൻ്റെ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. പാലക്കാട് ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം എന്ന് പൂർത്തീകരിക്കുമെന്ന് മുങ്ങിയ MLA വ്യക്തമാക്കേണ്ടതാണ്. മോയൻ സ്കൂൾ ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്ന് പാലക്കാട് MLA വ്യക്തമാക്കേണ്ടതാണ്. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ 50 വർഷമായി കെട്ടിക്കിടക്കുകയായിരുന്ന 60% മാലിന്യവും ബയോമൈനിങ് നടത്തി നഗരസഭ സംസ്കരിച്ചു കഴിഞ്ഞു. എന്നാൽ UDF കുറ്റപത്രമെന്ന നോട്ടീസിൽ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. നഗരസഭയ്ക്കെതിരെ പ്രസ്തുത നോട്ടീസിൽ അഴിമതി ആരോപണമുന്നയിക്കുന്ന UDF നേതാക്കളെ ഒരു പൈസയുടെ അഴിമതിയെങ്കിലും നടന്നതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും നഗരസഭാ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറഞ്ഞു. ഇപ്പോൾ ആ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോമൈനിങ് നടപ്പാക്കി എന്ന് മാത്രമല്ല, ഏതാണ്ട് 60% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് നെറ്റിൽ ഇത്തരം ധാരാളം ഫോട്ടോസ് ലഭ്യമാകും. അപ്പോൾ UDF ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത് പാലക്കാട്ടിലെ ഫോട്ടോ അല്ല, ഇത് എവിടുന്നോ നെറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇത്തരത്തിൽ UDFന്റെ കുറ്റപത്രം എന്ന് പറഞ്ഞ അച്ചടിച്ചിട്ടുള്ള ഒരു സംഗതി. കൂടാതെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ MLA എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും MLA ഇല്ലാതെ നഗരം അനാഥമായതിന് പ്രധാന കാരണം കോൺഗ്രസ് ആണെന്നും BJP ആരോപിച്ചു. ജനം, പാലക്കാട്.